ഇപ്പൊ നമ്മൾ ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണെങ്കിൽ ഒരു 2 ദിവസം മുമ്പ് തന്നെ പറയും, സൗദി അറേബ്യ ഉൾപ്പെടെ, ഒമാൻ ഉൾപ്പെടെ ഇന്ന രാജ്യങ്ങളിൽ ഇന്നാണ് ബലിപെരുന്നാൾ. അത് പത്രങ്ങളും മാധ്യമങ്ങളും ടിവിയിലൊക്കെ നമുക്ക് കാണാം. അതുപോലെ ചെറിയ പെരുന്നാളും നമുക്ക് അങ്ങനെ കാണാം. എല്ലാ രാജ്യങ്ങളിലും ആഘോഷിക്കുന്നു. ഇനി ഒരു രാജ്യം വേറിട്ട ദിവസമാണ് ആഘോഷിക്കണമെങ്കിൽ അത് പറയും, ഒമാൻ മറ്റൊരു ദിവസമാണ് ആഘോഷിക്കുന്നത്. എന്നാൽ റബീഉൽ അവ്വൽ 12 സൗദിയിലോ ഒമാനിലോ ഒന്നും ആഘോഷിക്കുന്നതായിട്ട് വാർത്തകളിലും പേപ്പറുകളിലും കാണുന്നില്ല. അത് ആ രാജ്യത്ത് ഇല്ലാഞ്ഞിട്ടാണോ അതോ മാധ്യമങ്ങൾ കൊടുക്കാഞ്ഞിട്ടാണോ എന്ന സംശയം ഒന്ന് പറഞ്ഞു തരണം. അസ്സലാമു അലൈക്കും. വളരെ മാന്യമായ ചോദ്യം. അറിയാനും അന്വേഷിക്കാനുമുള്ള തരത്തിലുള്ള ഒരു അന്വേഷണം മാത്രം. സൗദി അറേബ്യയിൽ ഔദ്യോഗികമായി ഈ ഒരു ആഘോഷം നടക്കുന്നില്ല. എന്നാൽ ഇവിടുന്ന് പോയ മനുഷ്യന്മാർ അവർ റൂമിൽ വെച്ച് നടത്തലുണ്ട്. അത് ഫോട്ടോ എടുത്ത് വിടലുണ്ട്. അതിന് സൗദി അറേബ്യ ഉത്തരവാദിയല്ല. ലോകത്ത് അങ്ങനെ ഉള്ള സമ്പ്രദായം ഇതേ പറഞ്ഞതിന് വ്യക്തമായത്, ഇതിനെ വിശദീകരിച്ചതും ലോക ചരിത്രത്തിൽ ആദ്യ തലമുറകളിൽ നമുക്ക് ഈ രീതി കാണാൻ സാധിക്കുന്നില്ല. സൗദി അറേബ്യയുടെ പ്രത്യേകത വിശുദ്ധ ഖുർആനും സുന്നത്തും ഭരണഘടനയായി പ്രഖ്യാപിച്ച ഒരു രാജ്യമാണ്. അതുകൊണ്ട് ഖുർആനും സുന്നത്തും എന്ത് സ്ഥിരപ്പെട്ടോ അത് പ്രാവർത്തികമാക്കാൻ കഴിവിന്റെ പരമാവധി അവർ പരിശ്രമിക്കും. അതിൽ പോരായ്മ ഉണ്ടാവാം, അബദ്ധമുണ്ടാവാം, ഇല്ല എന്ന് നമുക്ക് അഭിപ്രായമില്ല. ഏതായിരുന്നാലും ആ ഖുർആനും സുന്നത്തും പ്രകാരം ജീവിച്ച ഉത്തമ തലമുറകളിൽ നമുക്ക് ഈ ഒരു ആചാരം കാണുക സാധ്യമല്ല. ഇതവിടെ ഇല്ലെന്ന് മാത്രമല്ല, കഴിഞ്ഞ വെള്ളിയാഴ്ച, ഇന്നല്ല തൊട്ടു മുമ്പത്തെ വെള്ളിയാഴ്ച മദീന പള്ളിയിലെ മിമ്പറിൽ വെച്ച് അവിടുത്തെ ഖതീബിന്റെ ഖുതുബ വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ ഇവിടൊക്കെ വ്യാപകമായി പ്രചരിച്ചതാണ്. ഇത്തരം ഒരു ആഘോഷം ഇസ്ലാമിൽ ഇല്ല എന്നും അത് ബിദ്അത്താണ് എന്നും അത് പിൽക്കാലത്ത് ഉണ്ടായതാണ് എന്നും അദ്ദേഹം ഖുതുബയിൽ പറഞ്ഞു. എന്ന് ഞാൻ അറബി പറഞ്ഞിട്ട് മനസ്സിലായ മനുഷ്യന്മാർ ഉണ്ടെങ്കിൽ എന്ന നിലയ്ക്ക് അദ്ദേഹം ഇംഗ്ലീഷിൽ കൂടി അത് ചില ഭാഗം പറയുന്നുണ്ട്. അത്ര വ്യക്തമായിട്ട് മദീനത്തെ പള്ളിയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ബഹുമാനപ്പെട്ട ഖബർ നിലകൊള്ളുന്ന ആ ചാരത്തുള്ള മിമ്പറിൽ കയറി അവിടുത്തെ ഖതീബ് ഔദ്യോഗികമായി ലോക മുസ്ലിമോട് പ്രഖ്യാപിച്ചു, ഇങ്ങനെ ഒരു ആഘോഷമില്ല, ഇത് ദീനല്ല. എന്നാൽ മറ്റിലൊക്കെ നേരത്തെ നിങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ ബലിപെരുന്നാളും ചെറിയ പെരുന്നാളൊക്കെ നേരത്തെ പ്രഖ്യാപിക്കുന്നു. ഇനി മാത്രമല്ല, ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട അധ്യായങ്ങൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണും, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കാണും, അന്ന് ചെയ്യേണ്ട മര്യാദകൾ കാണും. അതേപോലെ ചെറിയ പെരുന്നാളുമായി ബന്ധപ്പെട്ട മര്യാദകളും കാണും. എന്നാൽ ഏതെങ്കിലും ഹദീസ് കിതാബിലോ ഏതെങ്കിലും ഫിഖഹിന്റെ കിതാബിലോ റബീഉൽ അവ്വൽ മാസത്തെ മര്യാദകൾ, അന്ന് ചെയ്യേണ്ട സുന്നത്തുകൾ ഒന്നും രേഖപ്പെടുത്തതായി കാണാൻ നമുക്ക് സാധിക്കുന്നില്ല. അപ്പൊ അവർക്കാർക്കും അത് പരിചയമുണ്ടായിരുന്നില്ല. ഞാൻ അതും വേണ്ട. ഇപ്പൊ ഇന്ന് വെള്ളിയാഴ്ച ആണല്ലോ. ഇന്ന് വെള്ളിയാഴ്ച നമ്മുടെ നാട്ടിലെ സുന്നി പള്ളികളൊക്കെ ഇന്ന് ഓതിയ ഖുതുബ എന്താന്ന് അന്വേഷിക്കണം. നമ്മുടെ നാട്ടിലെ സുന്നി പള്ളികളിൽ ഇന്ന് റബീഉൽ അവ്വൽ 1-ാമത്തെ വെള്ളിയാഴ്ച ഇന്ന് ഓതിയ ഖുതുബ എന്താ? ഇന്ന് ഓതിയത് EK സുന്നിയുടെ പള്ളിയാണെങ്കിൽ ഈ ഖുതുബയാണ്, AP സുന്നിയുടെ പള്ളിയാണെങ്കിൽ ഈ ഖുതുബയാണ്. ഇത് രണ്ടാണ് സുന്നി പള്ളിയിൽ ജുമായ്ക്ക് പോയ എല്ലാ മനുഷ്യന്മാരും ഈ രണ്ടാൽ ഒന്നാണ് കേട്ടത്. ഇത് EK പള്ളിയിലെ ഖുതുബ. ഇത് ഖുതുബത്തുൻ നബാത്തത്തുൽ മിസ്രിയ്യ. ഈജിപ്തിലെ ഇബ്നു നുബാത്ത എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഹിജ്റ 300-കളിൽ അദ്ദേഹം നടത്തിയ ഖുതുബ അത് ക്രോഡീകരിച്ച് പുസ്തകമാക്കി നമ്മുടെ നാട്ടിൽ അതാണ് പാരായണം ചെയ്യുന്നത്. ഇപ്പൊ ഇന്ന് ഖുതുബത്തുൽ ഊല മിൻ ശഹ്രി റബീഉൽ അവ്വൽ, റബീഉൽ അവ്വൽ മാസത്തിലെ 1-ാമത്തെ ഖുതുബ, അതായത് ഇന്നത്തെ ഖുതുബ. ഇന്ന് ഉച്ചക്ക് ഇപ്പൊ കുറെ മൂലമലച്ചപ്പോൾ നോക്കിയല്ലോ, അവരടക്കം ഓതുകയോ കേൾക്കുകയോ ചെയ്ത ഖുതുബ. അതില് വിഷയം നബിയുടെ വഫാത്തിനെ പറ്റി പരാമർശിക്കപ്പെടുന്നു. ഇന്ന് ഖുതുബ പറഞ്ഞു. ഇന്നിപ്പോ ഉച്ചക്ക് ഇവിടുത്തെ സുന്നി പള്ളി അടക്കം ഹംദും സലാത്തും ചൊല്ലി എന്നിട്ട് അയ്യുഹന്നാസ് അത് കേൾക്കും, പിന്നെ നമ്മൾ കേൾക്കൂല, പിന്നെ കുറച്ച് മെല്ലെ പറയും. എന്നിട്ട് ഹംദും സലാത്തും മെല്ലെ പറയും. ആദ്യം അൽഹംദുലില്ലാഹ് അത് ഉറക്കെ പറയും, പിന്നെ ബാക്കി പതുക്കെ പറയും. പിന്നെ അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഇന്നഹു ലൈസ അഹദുൻ അക്രമ അലല്ലാഹി മിൻ നബിയ്യി വലാ അഷ്റഫ ഇൻദഹു മിൻ മുഹമ്മദിൻ നജിയ്യിഹി വസഫിയ്യി വഇന്നഹു ലം യുഅഖർ ഇൻ ഖൽഖിലായി മുദ്ദതി വലം യുഅമ്മർ ഇൻദ ഹുദൂരി മനിയതി വലഖദ് അതാഹു ഫീ മിസ്ലി ശഹരിക്കും ഹദാ മിൻ റസൂലിഹിൽ കിറാം അൽ മുവക്കലിന ബിഖബ്രി നുഫൂസിൽ അനാം. ഇന്നോദിയ ഖുതുബ എന്താ ഇത്? ഹംദും സലാത്തും പാടുമ്പോ യാ അയ്യുഹന്നാസ്, അയ്യുഹന്നാസ് യാ എന്നില്ല, ഞാൻ കൂടെ ഉണ്ടാ, അയ്യുഹന്നാസ് ജനങ്ങളെ, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് അല്ലാഹുവിന്റെ അടിമകളെ, അല്ലാഹുവിനെ സൂക്ഷിക്കണേ. ഇന്നഹു ലൈസ അഹദുൻ അക്രമ അലല്ലാഹി മിൻ നബിയ്യിഹി അല്ലാഹുവിനെ അവന്റെ നബിയേക്കാൾ ശറഫാക്കപ്പെട്ട ഒരാളുമില്ല. വലാ അസ്റഫ ഇൻദഹു മിൻ മുഹമ്മദിൻ നജിയ്യിഹി വസഫിഹി നബിയേക്കാൾ സ്ഥാനമുള്ള ഒരാളും തന്നെ ഇല്ല. വഇന്നഹു ലം യുഅഖർ ഇൻ ഖിലായി മുദ്ദതിഹി ആ നബിക്ക് പോലും അവധി എത്തിയപ്പോൾ പിന്നെ പിന്തിപ്പിച്ചു കൊടുത്തിട്ടില്ല.
വലം യുഅമ്മർ ഇൻദ ഹുദൂരി മനിയതിഹി, മരണം ആസന്നമായപ്പോൾ അവന് നീട്ടിക്കൊടുത്തിട്ടില്ല. വലഖദ് അതാഹു ഫീ മിസ്ലി ശഹരിക്കും ഹാദാ മിൻ റുസുൽ റബ്ബിഹിൽ കിറാം. ജനങ്ങളെ, ഇതുപോലൊരു മാസത്തിലാണ് ആ ഹബീബിന്റെ റൂഹിനെ പിടിക്കാൻ മലക്കുകൾ വന്നത്. ഇന്ന് ഖതീബ് പറഞ്ഞതാ, ഇന്നത്തെ വെള്ളിയാഴ്ച ഖതീബ് പറഞ്ഞതാ. എന്നിട്ട് പറയാം, എന്നിട്ട് നബിയുടെ മരണവേദനയൊക്കെ പറഞ്ഞു. ഫസ്തദലിദാലിക ഖർബുഹു വഅനീനു വതറാദഫ ഖലഖുഹു വഹനീനു വഖതഫ ബിൽ ഇൻബിസാത്തി വൽ ഇൻഖിബാദി ശിമാലുഹു വയമീനുഹു. നബി നമുക്ക് അങ്ങേയറ്റം വേദനയുണ്ടായി. വലത്തേക്കാലും ഇടത്തേക്കാലും വലിക്കുകയും താഴ്ത്തുകയും ചെയ്തു. വഖതഫ ബിൽ വഅരിഖ ലിഹൗലി മസ്റഹി ജബീനു. ആ മരണവേദന കൊണ്ട് അവിടുത്തെ നെറ്റിത്തരം വിയർത്തു. ഫബകാലി മൻറിഹി മൻ അബ്സറ, കണ്ടവരെല്ലാം കരഞ്ഞു. വന്തഖബ ലിമസ്റഹി മൻ ഹദറ ഫലം യദ്ഫഇൽ ജസാഅ അൻഹു മഖ്ദൂറ വലാ റാഖബൽ ഹലകു ഫീഹാ ലം വല മലകു ഫീഹാ ലം അശീറ. എല്ലാവരും കരഞ്ഞിട്ടും മലക്ക് അതൊന്നും പരിഗണിച്ചില്ല. മലക്കിനോടുള്ള കൽപ്പന എന്തോ ആ കൽപ്പന മലക്ക് നിറവേറ്റി. എന്നിട്ട് പറയാം, എപ്പോൾ മരിക്കുമെന്നറിയാത്ത മനുഷ്യ, എന്താ നിങ്ങളൊക്കെ അവസ്ഥ? അള്ളാന്റെ ഹബീബിന്റെ വഫാത്തിൽ നിങ്ങൾ ഉപദേശം കൊള്ളുന്നില്ലേ? ആ ഉപദേശം സ്വീകരിക്കുന്നില്ലേ? അതദുന്നൂന അന്നകും ഫി ദുനിയാ മുഖല്ലദൂൻ അം തഹ്സബൂന അന്നകും മിനൽ മൗതി മുഹസ്സനൂൻ സഅമാ തതവഹമൂൻ ഹൈഹാത ഹൈഹാത ഇന്നകും ഇലൽ മഗ്റൂറൂൻ. ഹബീബ് വഫാത്തായി പോയെങ്കിൽ നിങ്ങളൊക്കെ വഫാത്താകൂല എന്ന് വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് എന്നും ജീവിക്കാമെന്ന് വിചാരമുണ്ടോ? അതുകൊണ്ട് നിങ്ങൾ ആ ചിന്ത വളരെ മോശം തന്നെ. നിങ്ങൾ ചതിയിൽപ്പെട്ടിരിക്കുന്നു. ഇന്നത്തെ ഖുത്ബ. ഇനി അടുത്ത വെള്ളിയാഴ്ച സുന്നിപ്പള്ളി പോവുകയാണെങ്കിൽ ഒന്ന് റെക്കോർഡ് ചെയ്യാം ഖുത്ബ. അടുത്ത വെള്ളിയാഴ്ച സുന്നിപ്പള്ളി ആയി പോകുന്നുണ്ടെങ്കിൽ മൊബൈൽ ഓണാക്കി കീശിടാം. അപ്പൊ അന്നെന്താ ഖുത്ബ അറിയോ? അൽ ഖുത്ബത്തു സാനിയ, അത് റബീഉൽ അവ്വൽ 13, 12 വ്യാഴാഴ്ച, 13 വെള്ളിയാഴ്ച. ആ 13 ഓതാൻ പോണ ഖുത്ബ പോയി തരാം. ഇപ്പൊ റെക്കോർഡ് ചെയ്തോളൂ മൊബൈലിൽ. അന്ന് റെക്കോർഡ് ചെയ്യാം. അപ്പൊ രണ്ടും ഒന്നായിരിക്കും. ഇപ്പൊ ഞാൻ പല റെക്കോർഡ് ചെയ്യാം, അന്ന് പള്ളിയിൽ പോയി അതും റെക്കോർഡ് ചെയ്യാം. അപ്പൊ രണ്ടും ഒന്ന്. അതെന്താ? അന്ന് നബിയുടെ വഫാത്താണ് വിഷയം. അടുത്ത വെള്ളിയാഴ്ച എന്ന് ഹംദും സ്വലാത്തും ചൊല്ലി എന്നിട്ട് അയ്യുഹന്നാസ് എന്ന് പറഞ്ഞ് ജനങ്ങളെ വിളിക്കുന്നു. എന്നിട്ട് ആ ജനങ്ങളോട് പറഞ്ഞ അന്നത്തെ വിഷയം എന്താ? നബിയുടെ വഫാത്ത് തന്നെയാണ്. എന്നിട്ട് പറയാ, ജനങ്ങളെ, ഉസീക്കും ഇബാദല്ലാഹി വഇയ്യായ ബിതഖവല്ലാഹ് അമ്മൽ ഫനാ ഫമാ ഇലാ ബഖാഇൻ മിൻ സബീൽ വതമ്മൽ ഖലാ ഫമാ ലിമുഖറബിഹി തബ്ദീൽ വതമ്മ ബഹൽ മൗത്ത് ഫഹറ ഫീഹി ദലീൽ വഅമ്മ ഇഖ്തിതാഫ് النفوس فهو بهلاكها كفيل ولو رضع الموت أشرف أصيل أو دفع القدر قدر جليل أو ملل الهدر وجه جميل لكان أول ناج لكمال فضله الرسول. ജനങ്ങളെ, നാശമെടുത്തിരിക്കുന്നു, നാശം വ്യാപകമായിരിക്കുന്നു. തറവാട് കൊണ്ട്, മഹിമ കൊണ്ട്, മേന്മ കൊണ്ട് ഒരാൾക്ക് എന്തെങ്കിലും ജീവിക്കാൻ കഴിയുമെങ്കിൽ അല്ലാഹുവിന്റെ റസൂലായിരുന്നു അങ്ങനെ ജീവിക്കേണ്ടിരുന്നവർ. എന്നാൽ ഇതുപോലൊരു മാസത്തിലാണ് കൂട്ടരെ ആ ഹബീബിന്റെ അവധി അവസാനിച്ചത്. ആ മരണത്തിന്റെ വേദനകൾ ആ ഹബീബിനെ വലയം ചെയ്തത് ഇത്തരൊരു മാസത്തിലാണ് കൂട്ടരെ. ഹബീബിന്റെ റൂഹിനെ പിടിക്കാൻ മലക്കുകൾ വന്നത് ഇത്തരം മാസത്തിലാണ് കൂട്ടരെ. നബിയുടെ വേദന, നബിയുടെ വിയർപ്പ് എല്ലാം പറഞ്ഞിട്ട് പറയാം. ആ രംഗം കണ്ടപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹാ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, വാപ്പാ, എന്തൊരു വേദന ഉണ്ട് നിങ്ങൾക്ക്, എന്ത് വേദനയാണ് വാപ്പാ നിങ്ങൾ സഹിക്കുന്നത്? ആ പൊന്നാള മോളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, മോളെ, ഇന്നും കൂടി കഴിഞ്ഞാൽ എന്റെ വാപ്പാക്ക് വേദനയില്ല, ഇന്ന് കഴിഞ്ഞാൽ പിന്നെ വേദന ഇല്ല. ഹസൻ ഹുസൈൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞങ്ങളെ വല്ലിപ്പാ. ആയിഷ ബീവി പറഞ്ഞു, അബുൽ ഖാസിമേ, താങ്കൾ വേദനിക്കുന്നുവല്ലോ. അതുകൊണ്ട് ആർക്കാണ് കരയാതിരിക്കാൻ കഴിയുക? ആരുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വരാതിരിക്കുക? ഏത് വിഷമമാണ് ആർക്കാണ് വിഷമിക്കാതിരിക്കാൻ കഴിയുക എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ അടുത്ത വിളിച്ച ഖതീബ് ചോദിക്കും. ഇത് ഇങ്ങനെ ആയപ്പോ ഏൽപ്പിക്കാൻ ചെയ്ത് തട്ടിപ്പെടുത്തി. അതാണ് ഈ ഖുത്ബ. ഇത് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരുടെ കൈക്രിയോടുകൂടി ഇതേ ഖുത്ബന്നെ ഖുത്ബത്തുൻ ബാത്തിയ മിസ്രിയ, പക്ഷെ മൂപ്പരെ പേരിട്ടു മുഖ്തസർ ഖുത്ബത്തുൻ ബാത്തിയ. ഖുത്ബത്തുൻ ബാത്തിയുടെ ഷോർട്ട് മുഖ്തസർ. അപ്പൊ മൂപ്പര് ഷോർട്ടാക്കി.
പക്ഷെ മുമ്പ് പറഞ്ഞത് തസ്ഹീൽ ഒന്ന് എളുപ്പമാക്കിയിട്ടുണ്ട്, വൽ ഇൽഹാഖി കുറച്ച് കൂട്ടിയിട്ടുണ്ട്. ഷോർട്ടാക്കി പക്ഷെ കുറച്ച് കൂട്ടിയിരിക്കുന്നത്. അതെങ്ങനെ പരിപാടി അറിയില്ല. ഷോർട്ടാക്കുമ്പോൾ ഇങ്ങനെ കൂട്ടാൻ പെണ്ണ എളുപ്പവഴിയുണ്ട്, പക്ഷെ 10 കിലോമീറ്റർ കൂടും എന്ന് പറഞ്ഞാൽ എളുപ്പവഴിയാവും. ഇത് ഷോർട്ടാണ്, പക്ഷെ ദേശം നീ കൂട്ടിയിട്ടുണ്ട്. ദേശമൊന്നല്ല, ഒന്നാകെ മാറ്റിക്ക. ഇതില് ഒന്നാമത്തെ വെള്ളിയാഴ്ച AP പള്ളിയിൽ നിന്ന് പോയ മനുഷ്യന്മാരുണ്ടെങ്കിൽ ഇന്ന് കേട്ട ഖുത്ബ എന്താ അറിയോ? അൽ ഖുത്ബത്തുൽ ഊലാ മിൻ റബീഉൽ അവ്വൽ, റബീഉൽ അവ്വൽ ഒന്നാമത്തെ ഖുത്ബ. അതായത് ഇന്നത്തെ ഖുത്ബ എന്താ? മദ്ഹുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ മദ്ഹ്. 1000 കൊല്ലം മുമ്പ് ഈജിപ്തിലെത്തിയ ഖുത്ബ അങ്ങനെ തന്നെ ഏടാക്കിക്കൊണ്ടെന്ന് ഖുത്ബത്തുൻ നബാത്തുൽ മിസ്രിയ എന്ന പേരിൽ 1000 കൊല്ലം ഇവിടെ പല പള്ളിയിലും ഓതിപ്പോയിട്ട് ആ ഖുത്ബ നമ്മുടെ നാട്ടിൽ നെല്ലിക്കുത്ത് മുസ്ലിയാർ മാറ്റി. ഒന്നാമത്തെ വിഷയം മദ്ഹുൻ നബി, നബിയുടെ മദ്ഹ്. കാരണം ഇതിൽ 5 ഖുത്ബ ഉണ്ട്. പഴയതിൽ 5 ഖുത്ബ ഉണ്ട്. ഒറ്റ ഖുത്ബ മദ്ഹില്ല, ഒറ്റ ഖുത്ബ മൗലിദില്ല, ഒറ്റ ഖുത്ബ ആഘോഷമില്ല. ഇതിൽ 5 ഖുത്ബയുണ്ട്. ഒന്നാമത്തെ ഖുത്ബ മദ്ഹ്. രണ്ടാമത്തെ ഖുത്ബയോ അത് മൂപ്പര് മാറ്റി. രണ്ടാമത്തെ ഖുത്ബ അഹ്വാദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ അവസ്ഥകൾ. മൂന്നാമത്തെ ഖുത്ബ മുഅ്ജിസാത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ മുഅ്ജിസത്തുകൾ. നാലാമത്തെ ഖുത്ബ അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഗ്ദു ഫില്ലാഹ്, അല്ലാഹ്ക്ക് വേണ്ടിയാണ് സ്നേഹം ഉണ്ടാവേണ്ടത്, അല്ലാഹ്ക്ക് വേണ്ടിയാണ് വെറുക്കേണ്ടത്. അഞ്ചാമത്തെ ഖുത്ബ വഫാത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ വഫാത്ത്. ഇതിലെ ഒന്നാമത്തെ രണ്ടാമത്തെ മൂപ്പര് അഞ്ചാമത്താക്കി മാറ്റി. ഇത് ഇപ്പോഴത്തെ മൂപ്പര വക മദ്ഹ് കൂട്ടി. ഇതാണ് ഷോർട്ട്. ഖുത്ബത്തുൻ നബാത്ത് ഷോർട്ടാക്കിയാ പതി. അതിൽ ഇതൊക്കെ ഉണ്ട്. അതാണ് രസം. അഞ്ചാമത്തെ വെള്ളിയാഴ്ച ഇതിനു മുമ്പ് ചോദിക്കുന്നുണ്ട്. അത് ചോദിക്കാൻ ആർക്കാ കഴിയാതിരിക്കാൻ കഴിയാ? കണ്ടോ? ഏത് കണ്ണിനാ കണ്ണിനെ ഒഴിക്കാതിരിക്കുക. ആർക്കാ കഴിയാതിരിക്കാൻ കഴിയാ? ആർക്കാ വേദനിക്കാതിരിക്കാൻ കഴിയാ? ഇതാണ് അവിടെ മിമ്പറമെന്ന്. താഴത്ത് ഉസ്താദ് പറയും റബീഉൽ 12 വഹാബികൾ ദുഃഖിക്കുകയാണ്. അപ്പൊ സുന്നിപ്പള്ളിക്കലെ ഖുത്ബയും മുജാഹിദ് പള്ളിക്കലെ ഖുത്ബയും പ്രാവർത്തികമാക്കുന്നവർ മുജാഹിദീങ്ങളാണെന്ന് അർത്ഥം. അവിടുത്തെ ഖുത്ബ ഞങ്ങൾ പ്രാവർത്തിയാക്കണം, ഇവിടുത്തെ പ്രാവർത്തിയാക്കണം. അപ്പൊ യഥാർത്ഥത്തിൽ ഇത് മുസ്ലിം ലോകത്ത് പിന്നെ വന്നതാ, അല്ലെങ്കിൽ ഇതിലെങ്കിലും ഉണ്ടാവേണ്ട. ഖുത്ബത്തുൻ ബാത്തിൽ മിസ് ചെയ്യാൻ നമ്മളൊക്കെ മഹല്ല് പള്ളിക്കൽ ഇന്ന് ഖതീബ് ഓതിയ ഖുത്ബയാണ്. നിങ്ങൾ പോയിട്ട് നാളെ രാവിലെ സുബഹിക്ക് ഉസ്താദിനെ പോയി കാണി. ഉസ്താദ് ഇന്നത്തെ ഖുത്ബ നിങ്ങൾ അർത്ഥം വെച്ച് ചോദിച്ചു. ഇന്നലെ പറഞ്ഞ ഖുത്ബ നിങ്ങൾ അർത്ഥം വെച്ച് തരുമോ എന്ന് ചോദിച്ചു നോക്കുക. അർത്ഥം വെച്ചത് ഉസ്താദ് ഞാൻ അർത്ഥം വെച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് പോകട്ടെന്ന് പറയും. അതിനെ മുജാഹിദ് അല്ല, വേറെ മുജാഹിദ് സുന്നത്തിന്റെ ആവശ്യമില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഇത് അങ്ങനെ മുസ്ലിം ലോകത്ത് അംഗീകരിക്കപ്പെട്ട ആചാരമല്ല. പിൽക്കാലത്ത് കയറി വന്നു. അത് ഉണ്ടായതിനു ശേഷം അനുകൂലിച്ചതും പ്രതികൂലിച്ചതും എല്ലാം ഉണ്ട് എന്നല്ലാതെ സ്വഹാബികൾക്കോ താബികൾക്കോ തബഉ താബികൾക്കോ മദ്ഹബിന്റെ ഇമാമിങ്ങൾക്ക് പോലുമോ ഈ വിഷയത്തിൽ യാതൊരു പരിചയവും ഇതിലില്ല എന്നാണ് സൂചിപ്പിച്ചത്. ദീർഘിച്ചെങ്കിൽ ക്ഷമിക്കും.